മൊത്തത്തിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും. എന്നാൽ ഈ മാനദണ്ഡങ്ങളല്ല ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് പറയുന്നത് അമേരിക്കക്കാരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് എന്റെ ഉത്തരവാദിത്തം. ഇത്തരക്കാരൊക്കെ ഇവിടേക്ക് വരുന്നത് ഈ രാജ്യത്തെ മോശമാക്കാനാണ്. ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല. ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നവർ ഇവിടെ മതി. അല്ലാതെ ഒരു പ്രവണത ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് അവകാശമില്ല. അങ്ങനെ കംപ്ലീറ്റ് ബാൻ, പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ്: അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനിൻസുല, യമൻ. ഇതിൽ എനിക്ക് ഭൂട്ടാൻ വന്നത് അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് സംശയം പോലുമുണ്ട്. കാരണം ഭൂട്ടാൻ വളരെ ചെറിയൊരു രാജ്യമാണ്, യാതൊരു കുഴപ്പത്തിനും പോവാത്ത രാജ്യമാണ്. അവിടെ ഇപ്പോഴും രാജഭരണമാണ്. അവിടെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കും. നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ യാത്ര പോകുന്ന ആളുകളൊക്കെ ഭൂട്ടാനിൽ കടന്നു പോകാറുണ്ട്. വലിയ സ്വീകാര്യതയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. ഒരുപാട് വനമുണ്ട് ആ രാജ്യത്ത്. ക്രൈം അവിടെ കുറവാണ്. അങ്ങനെ വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. ഒരു പശ്ചാത്തലവുമില്ല. അവിടെ ഒരു ഭീകരാക്രമണ പശ്ചാത്തലമില്ല. എങ്ങനെയാണ് ഭൂട്ടാൻ ഈ ആദ്യ ലിസ്റ്റിൽ വന്നത് എന്നത് വ്യക്തമല്ല. അത്രയ്ക്കും നല്ല, നമുക്ക് മാതൃകാപരമായ ആ രാജ്യത്ത് ഏതാണ്ട് 90% വനമാണ്. പ്രകൃതി സംരക്ഷണമാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഹിമാലയൻ രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ എങ്ങനെ ഈ ലിസ്റ്റിൽ പെട്ടു എന്ന് വ്യക്തമല്ല. അഫ്ഗാനിസ്ഥാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താലിബാനാണ് ഭരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം അവസരം കിട്ടിയാൽ നാടുവിടാൻ ശ്രമിക്കുന്നു. അഫ്ഗാനിസ്ഥാനികളെ അങ്ങോട്ട് കൊണ്ടുവന്ന കുഴപ്പമാണ്. അതുകൊണ്ട് അവർക്ക് സമ്പൂർണ്ണ നിരോധനമാണ്. അവിടെയുള്ള ആർക്കും പ്രവേശനമില്ല. ഭൂട്ടാൻ എങ്ങനെയെന്ന് അറിയില്ല. ക്യൂബ സ്വാഭാവികം അമേരിക്കയുടെ പരമ്പരാഗത ശത്രുക്കളാണ്. ഇവിടേക്ക് അനധികൃത കുടിയേറ്റത്തിന് ഏറ്റവും കൂടുതൽ മുമ്പ് നിൽക്കുന്ന രാജ്യം ഇറാൻ. നമുക്കറിയാം, ഇസ്ലാമിക രാജ്യമായ ഇറാൻ വലിയ തോതിൽ അമേരിക്കയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന ലിബിയ, ഉത്തര കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനിൻസുല, യമൻ. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക്, അവരാരുമാവട്ടെ, ഭരണാധികാരികളാവട്ടെ, പൂർണ്ണ നിരോധനമായിരിക്കും ഇനി ട്രംപ് ഭരിക്കുമ്പോൾ. അവിടേക്ക് ഒരു വിസയുമില്ല. ആർക്കും അവിടേക്ക് വരാൻ കഴിയില്ല.